ഹലോ, ഞാൻ ദേവി ദേവ്ദർ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. ഇന്ന് ഞാൻ ഏഞ്ചൽസിനെ കുറിച്ചാണ് പറയുന്നത്, മാലാഖമാരെക്കുറിച്ച്. ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ ഒരു ഫാൻറ്റസി, ഇമാജിനേഷൻ അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവർ ദേവദൂതരാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ മെസ്സേജസ് നമുക്ക് കൊണ്ടുതരുന്ന ദൈവത്തിൻ്റെ ദൂതികമാരാണ്. ഏഞ്ചൽസ് ഹയർ ബീയിങ്സ് ആണ്. അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസിൻ്റെ ആ എനർജി ഉറപ്പായിട്ടുമുണ്ട്. അതൊരു ഫാൻറ്റസി അല്ല, അതൊരു ഇമാജിനേഷൻ അല്ല. ഏഞ്ചൽസ് ഒരു പ്രത്യേക റിലീജിയനിൽ മാത്രമുള്ളതല്ല. പിന്നെ അതുമാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ കണക്റ്റ് ചെയ്യുന്നത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാട്ടി. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ഒരു റിലീജിയനിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ എല്ലാ റിലീജിയനിലും സത്യമുണ്ട്, അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന റിലീജിയനിൽ മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരല്ല. അവരൊട്ടും തന്നെ നാരോ മൈൻഡഡ് ആയിരിക്കത്തില്ല. എല്ലാ റിലീജിയനിലും സത്യമുണ്ട്. എല്ലാ സത്യവും നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ഏറ്റവും വലിയ സത്യമായ ദൈവത്തിലേക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഏത് റിലീജിയനാണെങ്കിലും നമുക്ക് ഏഞ്ചൽസിനെ വിളിക്കാം. ഏഞ്ചൽസ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ വിളിച്ചാലേ അവർ വരൂ, നമ്മളെ വിളിച്ചാലേ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏഞ്ചൽസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് മിക്കവാറും എല്ലാവർക്കും മിനിമം ഒരു 2 ഗാർഡിയൻ ഏഞ്ചൽസ് എങ്കിലും കാണും. പിന്നെ ആർക്ക് ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽസിൻ്റെ എല്ലാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു കിങ് എന്ന് തന്നെ പറയാം. ഏഞ്ചൽസിൻ്റെ എല്ലാം ഒരു ഹെഡ് എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മൈക്കിളാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ആർക്കേഞ്ചൽ മൈക്കിളിനെ വിളിക്കുന്ന ഒരു കോഡ് പറഞ്ഞിരുന്നു. ആ കോഡ് വെച്ച് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിനെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏത് ഭാഷയിലാണ് ആ ഭാഷയിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ വിളിക്കാം. നിങ്ങളായിട്ട് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഏഞ്ചൽ കണക്റ്റ് ചെയ്തെങ്കിൽ അതിനുള്ള സയൻസ് ചോദിക്കാം. ഒരുപാട് സയൻസ് ജനറലി കണ്ടുവരുന്നുണ്ട്. അതിലൊന്ന്, നമുക്ക് ഫെതേഴ്സ് കിട്ടും. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫെതേഴ്സ് കിട്ടും. അത് ഭയങ്കര മിറാക്കുലസ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അവർ വരുമ്പോൾ ചിലപ്പോൾ ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാറ്റ് വന്ന് നമ്മളിങ്ങനെ തഴുകി പോകുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ റെയിൻബോ കാണാം. കുഞ്ഞു കുഞ്ഞു കോയിൻ എവിടെയെങ്കിലും കിടന്ന് നമുക്ക് കിട്ടും, അപ്രതീക്ഷിതമായിട്ട് കിട്ടും. ക്ലൗഡിലൊക്കെ ഏഞ്ചൽസിൻ്റെ സൈൻസ് നിങ്ങൾക്ക് കാണാം. ചില ക്ലൗഡ്സ് ഫെദർ പോലെ നിൽക്കും, ചില ക്ലൗഡ്സ് വിങ്സ് പോലെ വരും. ചിലപ്പോൾ നിങ്ങളുടെ ഏഞ്ചലിൻ്റെ പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് ചിലപ്പം മേഘങ്ങളിൽ കാണാം. നിങ്ങൾക്ക് ചോദിക്കാം, ഏഞ്ചലിൻ്റെ അടുത്ത് പേര് ചോദിക്കാം. ചോദിച്ച ഉടനെ വരുന്ന പേര് നിങ്ങൾ വിശ്വസിക്കാതെ, എന്ത് പേരാണെങ്കിലും പിന്നെ വീണ്ടും ചോദിക്കുക. എനിക്ക് വീണ്ടും ആ പേരാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് സയൻസ് ചോദിക്കുക. ഉറപ്പായിട്ടും ഏഞ്ചൽ നിങ്ങൾക്ക് സൈൻ തരും. നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ പേരും തരും. ഏഞ്ചൽസ് ആ പേരാണെന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള സൈനും നിങ്ങൾക്ക് തരും. ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ചോദിക്കുക. പ്രസൻസ് അവർ ഉറപ്പായിട്ടും അറിയിക്കും. ഞാനിതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തോടെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഏഞ്ചലുമായിട്ട് ആ കണക്ഷൻ ഒരു പക്ഷേ ഈ ജന്മത്തിലായിരിക്കത്തില്ല, പല ജന്മങ്ങളിലും നിങ്ങൾ ഏഞ്ചൽസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, പലരും ഏഞ്ചലിക് റെലംസിൽ നിന്ന് വരുന്നവർ വരെ ഉണ്ട്, അവർക്കൊക്കെ പെട്ടെന്ന് കണക്ഷൻ കിട്ടും. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾ വിളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒന്ന് വിളിക്കേണ്ട താമസം അവരെത്തിയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവാണ് നിങ്ങളടുത്ത്. ഒരമ്മയ്ക്ക് കുട്ടിയോടുള്ള പോലെയുള്ളൊരു സ്നേഹം നിങ്ങളോട് എപ്പോഴും ഗാർഡിയൻ ഏഞ്ചൽസിന് കാണും. നിങ്ങൾ ജനിക്കുമ്പോൾ തൊട്ട് അവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് വിളിക്കാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് ആയിരിക്കും എന്നെ കൊണ്ടത് പറയിക്കുന്നത്. നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളായിട്ട് ഉറപ്പായിട്ടും കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഡിവൈനായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടട്ടെ. ഒരുപാട് ഹയർ ലെവലിലുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഹെൽപ്പ് നിങ്ങളെ ചെയ്യട്ടെ. അവർ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ അവർ സന്നദ്ധരാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.